നെഹ്റു കുടുംബം വയനാട് കുടുംബ സ്വത്താക്കാൻ ശ്രമിക്കുകയാണെന്ന് ബി.ജെ.പി. നേതാവ് വി. മുരളീധരൻ. കേരളത്തിൽ കോൺഗ്രസ് നേതാക്കൾ ഇല്ലാഞ്ഞിട്ടാണോ പ്രിയങ്കയെ ഇറക്കുന്നത് എന്നും വി. മുരളീധരൻ. പ്രിയങ്ക ഗാന്ധിക്ക് വയനാടുമായി എന്തു ബന്ധമാണുള്ളതെന്നും വയനാടിനെ അമേഠിയും റായ്ബറേലിയിലെ പോലെ കുടുംബ സ്വത്താക്കാനുള്ള ശ്രമം ജനങ്ങൾ തിരിച്ചറിയണമെന്നും അമ്മയും രണ്ടു മക്കളും പാർലമെന്റ് അംഗങ്ങളായി നികുതി പണം ഉപയോഗിച്ച് ജീവിക്കാനാണ് ശ്രമമെന്ന് മുരളീധരൻ കുറ്റപ്പെടുത്തി. വയനാട് വീട്ടില്ല എന്ന പ്രതീതി സൃഷ്ടിച്ച് രാഹുൽ ഗാന്ധി കേരള ജനതയെ വഞ്ചിച്ചു. പോളിംഗ് കഴിഞ്ഞ ശേഷമാണ് റായ്ബറേലിയിലെ സ്ഥാനാർത്ഥിത്വത്തിലെ തീരുമാനം പുറത്തുവിടുന്നത്. ജനാധിപത്യ മര്യാദയോ നീതിയോ കാണിച്ചില്ലെന്നും വി. മുരളീധരൻ പറഞ്ഞു. 5 വർഷം MP ആയിരുന്ന രാഹുൽ ഗാന്ധി മണ്ഡലത്തിനായി ഒന്നും ചെയ്തില്ലെന്നും ജനാധിപത്യ അവകാശം ഉപയോഗിച്ച് വയനാട്ടിലെ ജനത ഇതിന് മറുപടി നൽകണമെന്നും വി. മുരളീധരൻ പറഞ്ഞു. 2 മണ്ഡലങ്ങൾ അമേഠിയും റായ്ബറേലിയും കുടുംബ സ്വത്തായിട്ട് കൊണ്ടു നടക്കുകയായിരുന്നു നെഹ്റു കുടുംബം. അതിൻ്റെ കൂടെ വയനാട് കൂടി കുടുംബ സ്വത്താക്കാനുള്ള തീരുമാനത്തിൻ്റെ ഭാഗമാണോ രാഹുൽ ഗാന്ധിക്ക് പകരം പ്രിയങ്ക ഗാന്ധി എന്നുള്ള തീരുമാനമെടുത്തതിലൂടെ കോൺഗ്രസ് പറയാൻ ആഗ്രഹിക്കുന്നത്? പ്രിയങ്ക ഗാന്ധിക്ക് വയനാടുമായിട്ട് എന്ത് ബന്ധമുണ്ടെന്ന് എനിക്കറിയില്ല. രാഹുൽ ഗാന്ധി പോലും കഴിഞ്ഞ 5 വർഷക്കാലം വയനാടിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തു എന്ന് എനിക്കറിയില്ല. കേരളത്തിൽ കോൺഗ്രസിലെ നേതാക്കന്മാരില്ലാത്തത് കൊണ്ടാണോ രാഹുൽ ഗാന്ധിയെ ഇറക്കുമതി ചെയ്യുന്നത്? അതോ ഈ 3 മണ്ഡലങ്ങൾ, ഇത്രയും കാലം 2 മണ്ഡലങ്ങളായിരുന്നു, ഇപ്പം 3 മണ്ഡലങ്ങൾ കുടുംബ സ്വത്താക്കി മാറ്റാൻ വേണ്ടിയിട്ടുള്ള തീരുമാനം, ഇനി ഇവരുടെയൊക്കെ കാലശേഷം ഇവരുടെ പിന്തുടർച്ച എന്നുള്ള നിലയിൽ ഇവരുടെ അടുത്ത തലമുറ കൂടി ഈ വയനാട് ഉൾപ്പെടെയുള്ള ഇന്ത്യയിലെ 3 മണ്ഡലങ്ങളിൽ മത്സരിക്കുക എന്നുള്ള തീരുമാനത്തിൻ്റെ ഭാഗമാണോ ഈ പ്രഖ്യാപനമെന്ന് എനിക്കറിയില്ല.